ഹലോ എവ്രി വൺ, ഇത് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തൊട്ടടുത്തുള്ള കുറച്ച് പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഫ്ലാറ്റൊക്കെ ഒന്ന് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു പൂളുണ്ടായിരുന്നു. വന്നപ്പോൾ മുതൽ കുഞ്ഞ് അതിൻ്റെ അകത്ത് ചാടണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവനെ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് മുക്കി പൊക്കി എടുത്തു. ഭയങ്കര വലിയ പൂളായിരുന്നു കേട്ടോ, നല്ല തണുപ്പുമായിരുന്നു. അതുകൊണ്ട് അധികം നേരമൊന്നും അവൻ അതിൻ്റെ അകത്ത് നിന്നില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ കയറി പോന്നു. അടുത്ത പരിപാടി ഇതായിരുന്നു. 300 പീസസ് ഉള്ള ഒരു പസില് നമ്മൾ കംപ്ലീറ്റ് ആക്കി. എൻ്റെ അമ്മേ, തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ. സ്ട്രെസ് മാറ്റാനാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ്. കൂടുതൽ സ്ട്രെസ്സായിട്ട് ഭ്രാന്തായിപ്പോയി. പക്ഷെ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു കേട്ടോ. പസിലൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി മെട്രോയിൽ കയറി നമ്മൾ നേരെ പോകുന്നത് കബോൺ പാർക്കിലേക്കാണ്. ഹായ് ഗൈസ്, ഇന്ന് നമ്മളുള്ളത് സപ്പോർട്ട് ചെയ്താൽ മതി. അയ്യോ ഒന്നുകൂടെ. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഫൈനൽ ഡേ ആണ്. ഈ ട്രിപ്പിലെ ഫൈനൽ ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂരിലെ. ആൻഡ് ഇന്ന് നമ്മളുള്ളത് കബോൺ പാർക്ക്. സോ കബോൺ പാർക്കാണ് ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലേ ഇതിന്റെ അകത്ത്. എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടിയാൽ മതിയായിരുന്നു, അതൊക്കെ വെച്ച്. അതെ 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 അതെ, മെഗാ ഷോ ഇല്ല ഗൈസ്. പിന്നെ കമ്മിറ്റഡ് ആണ്, സിംഗിൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, സോ നമുക്ക് കബോൺ പാർക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറെ മരങ്ങളും. പക്ഷെ നല്ലൊരു, എനിക്ക് തോന്നുന്നു കൂടുതൽ ലവേഴ്സിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു കോർണറാണെന്ന് തോന്നുന്നു. കുറെ കോർണേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഫാമിലി സ്പോട്ടാ, ലവേഴ്സിന് അങ്ങനെ ഇരിക്കാൻ പറ്റും. അല്ല, പക്ഷെ കുറെ ലവേഴ്സിനെ ഞാൻ കാണുന്നുണ്ട്. എന്താ
അമ്പലമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. Playing at cupboard. ഇതെന്തൊരു കണ്ടന്റ്? ആരാ എനിക്ക് തരുന്നേ? ചൂടില്ല, ചൂടില്ല. അങ്ങനെ കബോൺ പാർക്കിനോട് നമ്മളൊരു ബായ് ഒക്കെ പറഞ്ഞു. നമ്മൾ വീണ്ടും മെട്രോയിൽ കയറുകയാണ്. നമ്മളുടെ അടുത്ത ലൊക്കേഷൻ ചേർച്ച് സ്ട്രീറ്റ് ആണ്. ബാംഗ്ലൂർ മെട്രോയിൽ 3 feet എബവ് ഉള്ള പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 3 feet ആണ്, കുറച്ച് എബവ് ആണ്. അത് കുഴപ്പമില്ല, നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട അല്ലേ? എടുക്കണ്ട. പറയൂ, നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? നമ്മളിപ്പോ ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് സ്ട്രീറ്റ് ആയിട്ടുള്ള ചർച്ച് സ്ട്രീറ്റിലാണ് ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറെ ഷോപ്പുകള്, പബ്ബുകള്, ഇതൊക്കെ തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള വൈബുള്ള ഒരു ഏരിയ എന്ന് പറയുന്നു. അതെ, അങ്ങനെ ചാകാനും സാധ്യതയുണ്ട്. ये आपके 500 रुपीज होएगा मैडम. ये which price है? 500 हाँ 500. ये ईवो मटेरियल है, इम्पोर्टेड है वो. അങ്ങനെ ബാംഗ്ലൂരിലെ അവസാനത്തെ ദിവസം ഗീതു റെജി ജേക്കബ് ദ പ്രൊഫഷണൽ സ്ട്രീറ്റ് വാക്കർ. ഇതൊന്നും ഫോണിൽ പതിയൂല മോനെ. വിചാരിക്കും നമുക്ക് കണ്ണി കാണാൻ നല്ല രസം, പക്ഷെ ഫോണിൽ അങ്ങനെ വിചാരിക്കുന്ന പോലെ നിൽക്കൂല. ഫോട്ടോ എടുത്ത് നിൽക്കും, പക്ഷെ വീഡിയോയിൽ ടഫ. ഗീതു റെജി, പ്രൊഫഷണൽ സ്ട്രീറ്റ് വാക്കറിന് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോ ഇങ്ങനെ മാല നോക്കുന്ന ഷോട്ട് കിട്ടിയോ? ഞാൻ നോക്കിയില്ല, ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് വെറുതെ നടക്കുക. ഷോട്ട് ഞാൻ നോക്കിയില്ലേ. ശരി ശരി, നമ്മൾ വാങ്ങിക്കുന്നില്ല. ഓക്കെ ഓക്കെ. കൊള്ളാം, നല്ല അഭിനയമുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്ന് നടത്തി. അതിനുശേഷം നമ്മൾ പതുക്കെ അവിടെ നിന്ന് പാക്ക് ചെയ്തു.
സൂപ്പർ ഒരു രാത്രിയായിരുന്നു. ഇന്ന് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? കബൺ പാർക്ക്, ചർച്ച് സ്ട്രീറ്റും ആണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മ ബാംഗ്ലൂർ മെട്രോ അതും കണ്ടു. അപ്പൊ ബൈ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ശരി, ബൈ. അപ്പൊ ഇവരെ നമ്മൾ ടാറ്റ പറഞ്ഞു വിടുകയാണ്. ഓക്കെ, ബൈ. കൂട്ടത്തിൽ ഞങ്ങളും ഇതാ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. നമ്മളുടെ ട്രെയിൻ അന്ന് രാത്രി തന്നെയാണ്. ഇതാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി പോകാനായിട്ട്. അങ്ങനെ ഒരു 2-3 ദിവസം പോയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അടിപൊളിയായിരുന്നു. അങ്ങനെ ഒടുവിൽ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവരും പോകാനുള്ള ആ ഒരു വൈബിലാണ്. അപ്പോൾ ഒരു 2-3 ദിവസം ഞങ്ങളങ്ങ് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലം. ഇവിടെ ദിവാലി വൈബ്സ് ആണ് കേട്ടോ. ദിവാലിയുടെ ഓരോ വൈബ്സാണ്. വെടിക്കെട്ടും പടക്കവും എല്ലാം ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ താങ്ക് യു. എല്ലാവരും ഒരു സൈൻ ഓഫ് പറഞ്ഞു, ഒരു ബൈ പറഞ്ഞു. ബൈ. സോ താങ്ക് യു. ഈ 2-3 ദിവസം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദിസ് ഈസ് ഗീതു റെജി ജേക്കബ് സൈനിങ് ഓഫ്. ബൈ. ഇനി ബാംഗ്ലൂർ വരുമോ? വണ്ടി വന്നു. ആരും കാണും.